ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചാണ് കേട്ടോ. ഒരു ഫാമിലി ഗ്യാതറിംഗ് ആണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം വീഡിയോ നമുക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങാം. ജാസ്മിനായി എന്താ നിങ്ങളെ പണികള്? നാളെ തുടങ്ങാം. ഞാൻ കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോ കാണിച്ചു. അല്ല അത് കേട്ടില്ല, ഒന്നോട് പറഞ്ഞടി. ഓരോരുത്തരുടെയും സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് മന്തി ഇഷ്ടമല്ല, എനിക്ക് ബിരിയാണി മതി. ബിരിയാണി ഒന്നും കാണിച്ചു തന്നില്ല. എന്താ വെച്ചാ ചെറുപയർ വെള്ളം പിന്നെ എല്ലാം കാണിച്ചിരി. ഇത് ബീഫ് ബിരിയാണി. പിന്നെ ഈത്തപ്പഴച്ചാറാ? മന്തി മന്തി ഇവിടെ ഉണ്ടാക്കിയല്ലേ? മന്തി ഞാൻ ഉണ്ടാക്കിയ. ഇവിടെയാണ് രസം കാണാന്. ടേബിളിൽ ഒതുക്കി വെച്ചുണ്ട്. ഇല്ലല്ല, ഞാനവിടെ അവിടെ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ ആദ്യം ഇരുന്നു, പിന്നെയാണ് ബാക്കി എല്ലാവരും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയും ബീഫ് ബിരിയാണിയും മന്തിയാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു. നമ്മൾ ഇവിടെ തന്നെ എല്ലാവരും ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും എല്ലാവരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് സൈറ്റ് ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ കണ്ടിട്ടാണോ? വീഡിയോ ഒക്കെ കണ്ടിട്ടാ? വേറെ മന്തിയാര ഉണ്ടാക്കിയ സുലമയ്യ ആണോ? നിങ്ങളപ്പോ ഇന്നലെ എന്താ ഉണ്ടാക്കി രാത്രി? കറി എന്തായിരുന്നു? ഇന്നലെ അപ്പം വലിയ പരിപാടി തന്നെയായിരുന്നു. ഇന്നലെ ഒക്കെ ഇവിടെ ഉണ്ടാക്കി തന്നെ, എല്ലാം ഉണ്ടാക്കി. ഇങ്ങനെ ഇടക്ക് എല്ലാരും കൂടെ വന്നു കഴിഞ്ഞാൽ കുടുംബം ഏകദേശം അല്ലേ? ആ അവിടെ ബാക്കി ബാക്കി ഒരു ഫുഡ് കഴിക്കാം. അല്ലാതെ ഇത് നടക്കൂല. ഇതേ ഞങ്ങള് 4-5 ആൾക്കാരൊന്നും രാവിലെ അടുക്കളല്ലേ. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ ഉണ്ടാവുക അറിയോ? ഇതേപോലെ ഇങ്ങനെ കൂടുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് ഓരോന്ന് ഉണ്ടായിക്കൊണ്ട്, അതും നല്ല പരിപാടിയാ.
അതേപോലെ ഇവിടുന്ന് വേണേ ചെയ്യാം. അപ്പൊ ഒരു ദിവസം രാത്രിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാസ്മിയമ്മക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഇവിടെ വേറൊന്ന് അങ്ങനെ ഉണ്ടാക്കിയാലും ആൾക്ക് പണി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, എവിടെയെങ്കിലും ഒരു പൂക്കോടോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോയിട്ട് ഞങ്ങൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി അങ്ങനെ ഇരുന്ന് കഴിക്കാം. അങ്ങനെയാണ് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അവനെ നോക്കാം. അപ്പൊ പിന്നെ ഇന്ന് പുറത്തേക്ക് പോവാന്ന് പറയാൻ പറ്റില്ല. മറ്റു വെളുത്തുള്ളി നല്ല രസമുണ്ട് ബിരിയാണി. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഇരുന്ന് കുറേ നേരം സംസാരിക്കും കേട്ടോ. അപ്പം നമ്മൾ ലൈഫിൽ കുറേ തിരക്കുകൾക്കൊക്കെ ഇടയിലാണെങ്കിലും ഇതേപോലെ കുറച്ച് ചിരിക്കാനും സംസാരിക്കാനൊക്കെ കിട്ടുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ ഇതവിടെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത്, മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം നല്ല ഫുഡുമായിരുന്നു. പിന്നെ അതേപോലെ ഉമ്മ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഉമ്മേൻ്റെ പണ്ടുണ്ടായ ചെറുപ്പത്തിലെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ ഇവർ ഉറങ്ങുകയൊക്കെ ചെയ്യുക. പക്ഷേ എത്ര പറഞ്ഞാലും ഈ കഥകൾക്കൊക്കെ എപ്പോഴും ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ ആ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം അവിടെ കുട്ടികളൊക്കെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ അത് നമ്മള് ക്യാനിൽ കൊണ്ടുവരും. ഇവിടെ ഇരുന്ന് എല്ലാവരും ഫുൾ കഥ പറയലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ, അനൗൺസ്മെൻ്റൊക്കെ പോണേൻ്റെ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു ടൈമിന് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ ഒരു ഇതുണ്ടെന്ന് കേട്ടോ. പിന്നെ നല്ല മഴ വരുന്ന പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കുഞ്ഞു മഴ പെയ്യാനൊരു ചാൻസ് ഉണ്ട് എന്നുള്ള പോലെ ഇങ്ങനെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി നിൽക്കായിരുന്നേ.
മൂക്കിന്റെ കഷ്ണം തന്നെ അതിന്റെ ആ സാധനം കൂടി ഊട്ടിക്കാൻ പറ്റോട്ടെ പരിപ്പാക്കില്ലേ തന്നെ ഇത് വീണോ ഉമ്മച്ചി കണ്ടിട്ടില്ലല്ലോ ചെറുപയർ പരിപ്പാ മുട്ടായി തീർന്ന് അത് കഴിഞ്ഞു പോയല്ലോ. കഷ്ണം ഉണ്ടോ അവിടെ റൂമി നീ എവിടുന്ന് എടുത്തിട്ട് വരുന്നേ ഇവിടുന്ന് എവിടുന്ന് എടുത്തിട്ട് വരുന്നേ പകുതി പകുതിയാ അപ്പോൾ പോട്ടോ ഞാൻ പോയി. അപ്പോൾ നിങ്ങൾ വരില്ലല്ലോ, നിങ്ങളതിൽ അവിടെ പോകാൻ പറ്റുമോ ഞാൻ ഇനി അടുത്ത ഓണനും അങ്ങോട്ട് വെക്കരുത്. നിങ്ങള് മൈസൂരിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടിയോ പറയും. ചെയ്യണം എയർ